ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഈ ചിത്രത്തിൽ കാണുന്ന ഉപകരണം ഏതാണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ഇല്ലല്ലേ? ഇതാണ് അരം. കേട്ടിട്ടുണ്ടോ? ഉണ്ടാവാൻ തരമില്ല. പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. എന്താ ഇതിൻ്റെ ഉപയോഗമെന്നറിയാവോ? ഇല്ലല്ലേ? അത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തേക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇപ്പം ഈ അരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് നമ്മൾ വെട്ടുകത്തി, പലയിടത്ത് പല പേരിൽ അറിയപ്പെടുന്നത്, ഇവിടെ കത്താളെന്നാണ്. വെട്ടുകത്തിയും ഇരുമ്പും അങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ ആയുധങ്ങളുടെയൊക്കെ മൂർച്ച പോകുമ്പോൾ അത് മൂർച്ച വരുത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമാണ് ഏത്? ഈ അരം. അതിന് പറയുന്നത് എന്താണെന്നറിയോ? അരം വെച്ച് രാവുക എന്നാണ് പറയുന്നത്. അരം വെച്ച് രാവുന്നതാണ് ഞാനിപ്പം ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത്. നമുക്ക് ഏത് ഉപകരണമാണോ മൂർച്ച വരുത്തേണ്ടത് അത് ഇതേപോലൊരു തടി കഷ്ണത്തിലെടുത്ത് വെച്ചിട്ട് നമ്മുടെ ഈ അരം ഉപയോഗിച്ച് രാഗി അതിൻ്റെ അഗ്രഭാഗം മിനുസപ്പെടുത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നല്ല മൂർച്ച കിട്ടും. മൂർച്ചയില്ലാത്ത ഏത് ഉപകരണത്തിനും മൂർച്ച വരുത്താനായിട്ട് ഇതേ രീതിയിൽ ഇങ്ങനെ തടിപ്പുറത്ത് വെച്ചിട്ട് ബെല്ലമായി പിടിച്ച് രാഗി എടുത്താൽ മതി. ഇന്നിത് ഒരു വീട്ടിലും കാണാൻ തരമില്ല. പുതുതലമുറയിലെ കുട്ടികൾക്ക് ഇതെന്താണെന്ന് പോലും അറിയാനും വകയില്ല. അപ്പോൾ ഇങ്ങനെ പഴയ കാലത്തെ കുറേ അറിവുകൾ നമ്മുടെ വിസ്മൃതിയിലേക്ക് ആണ്ടുപോവുക. അതൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതിനുള്ളൊരു ശ്രമം മാത്രം. ഇത് പണ്ടത്തെ തറവാട് വീടുകളിലും പിന്നെ ആശാരിപ്പണിക്ക് പോകുന്ന അച്ഛന്മാരുടെയൊക്കെ വീട്ടിലുണ്ട്. എൻ്റെ അപ്പനൊരു ആശാരിപ്പണിക്കാരനായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ആയുധങ്ങളുടെ കളക്ഷനിലുള്ളതായി ഈ അരം. അപ്പം അദ്ദേഹം മരണപ്പെട്ടു പോയെങ്കിലും ആ ആയുധങ്ങളെല്ലാം ഞാൻ ഇപ്പോഴും പൊന്നുപോലെ സൂക്ഷിക്കുന്നുണ്ട്. അപ്പൻ ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് ചെയ്യുമ്പം അതൊക്കെ ഞാൻ കണ്ട് പഠിക്കുമായിരുന്നു. അങ്ങനെ പഠിച്ചെടുത്തതാണ് ഈ ചെപ്പടി വിദ്യ. എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.